നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു അധികാരത്തിന്റെ ധാർഷ്ട്യവും അതിന്റെ പേരിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് അതിക്രമങ്ങൾ. നവകേരള യാത്ര എന്ന പേരിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയ സർക്കാർ അതേ യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യുവാക്കളെ സ്വന്തം ഗൺമാരെ ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന ആരോപണം നേരിട്ടപ്പോൾ തന്നെ വലിയ വിവാദം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആ വിവാദത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടുകൾ തിരുത്തിയെന്നും SIT കണ്ടെത്തിയെന്ന വാർത്ത മുൻ പിണറായി സർക്കാരിനെ വീണ്ടും വലിയ പ്രതിരോധത്തിലാക്കുകയാണ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചുവെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. കേസ് ഡയറി തിരുത്താൻ MR അജിത് കുമാർ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ട് തിരുത്താൻ ആലപ്പുഴ DYSP സുനിൽ രാജിനെ ADGPയുടെ ഓഫീസിലേക്ക് 3 തവണ അതീവ രഹസ്യമായി വിളിച്ചു വരുത്തിയെന്നുമാണ് SITയുടെ റിപ്പോർട്ട്. SITയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. പേരൂർക്കടയിലെ ADGP ഓഫീസിലേക്ക് DYSP സുനിൽ രാജിനെ വിളിച്ചു വരുത്തി മർദ്ദന ദൃശ്യങ്ങൾ ഇല്ല എന്ന് മാറ്റിയെഴുതാൻ പറഞ്ഞുവെന്നും സാക്ഷികളും മർദ്ദന ദൃശ്യങ്ങളും ഇല്ലാത്ത കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നടത്തിയ രക്ഷാപ്രവർത്തനം മാത്രമാണെന്ന് MR അജിത് കുമാർ റിപ്പോർട്ട് തിരുത്തിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റിലാണ് റിപ്പോർട്ട് തിരുത്തിയത്. അട്ടിമറിയുടെ തെളിവുകൾ സഹിതം പുതിയ അന്വേഷണ റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് ഔദ്യോഗികമായി സമർപ്പിക്കും. മുൻ ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചതായി പുതിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗൺമാൻമാരുടെ ആക്രമണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ല എന്നും ക്രിമിനൽ നടപടിയാണെന്നും പ്രവൃത്തി അവമതിപ്പുണ്ടാക്കിയെന്നുമുള്ള മുൻ SP ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ടാണ് LDF സർക്കാർ പൂഴ്ത്തിയത്. സംഭവത്തിൽ പുനരന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പുനരന്വേഷണത്തിന് തീരുമാനമായത്. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവമായിരുന്നു. 2023 ഡിസംബറിൽ ഉണ്ടായ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയെങ്കിലും കൃത്യനിർവഹണം മാത്രമാണ് ഉണ്ടായതെന്ന വിചിത്ര റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചത്. എന്നാൽ മാധ്യമങ്ങളിലടക്കം വന്ന ദൃശ്യങ്ങൾ കണ്ട കോടതി ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എസിനുമെതിരെ പുനരന്വേഷണത്തിന് നിർദ്ദേശിച്ചു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും LDF സർക്കാർ അതിന് തയ്യാറായില്ല. ഇതോടെയാണ് UDF സർക്കാർ അധികാരത്തിലേറിയ ആദ്യ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ജനാധിപത്യത്തിൽ പ്രതിഷേധം ഒരു അവകാശമാണ്. എന്നാൽ പ്രതിഷേധത്തെ സുരക്ഷാ ഭീഷണിയായി ചിത്രീകരിച്ച് അതിനെ അതിക്രൂരമായി അടിച്ചമർത്താനുള്ള നീക്കമാണ് അന്ന് നടന്നതെന്ന വിമർശനം ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പൊതുസമൂഹം കണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും അത് വലിയ ചർച്ചയായിരുന്നു. എന്നിട്ടും അത് രക്ഷാപ്രവർത്തനം മാത്രമാണെന്ന രീതിയിൽ കേസ് തിരിച്ചെഴുതാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തൽ അതീവ ഗുരുതരമാണ്. കേരളം എന്നും രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുടെ നാടാണ്. ഇവിടെ ജനങ്ങൾ ഒരു സർക്കാരിനും പൂർണ്ണ അധികാരം നൽകിയിട്ടില്ല, മറിച്ച് ഉത്തരവാദിത്വമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അധികാരം വിമർശനങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി മാറുമ്പോൾ ജനാധിപത്യത്തിന്റെ ആത്മാവാണ് മുറിവേൽക്കുന്നത്. പ്രതിഷേധിച്ച യുവാക്കളെ മർദ്ദിച്ചതിലും വലിയ കുറ്റമാണ് ആ കേസ് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നത്. കാരണം ഒരു ആക്രമണം നടന്നാൽ അത് നിയമത്തിന് മുന്നിൽ വരാം. പക്ഷേ സത്യം തന്നെ മറച്ചുവെക്കാൻ അധികാരവും സംവിധാനവും ഉപയോഗിച്ചുവെന്ന ആരോപണം തെളിഞ്ഞാൽ അത് ജനാധിപത്യ വിശ്വാസത്തിന്റെ തകർച്ചയാകും. അതിനാലാണ് ഈ വിഷയം ഒരു സാധാരണ കേസ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചയായി മാറുന്നത്. അധികാരം മാറിയപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരവും കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്.